ഉത്രാട പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ, വാ, വാ. ഉത്രാട പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ, വാ, വാ. ഉത്രാട പൂനിലാവേ വാ. നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. ഇന്ന് നമ്മളോടൊപ്പം ഉത്രാട ദിനത്തിൽ എത്തിയിരിക്കുന്നത് പ്രശാന്താണ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് വിശേഷം? അങ്ങനെ പോകുന്നു. ഓണമായി. ഓണത്തിന്റെ ഒരു മൂഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. ഇപ്പം നമ്മുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി UAE ഒന്ന് വീണ്ടും ഒരു പുതിയ ഉണർവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും സന്തോഷം. നമുക്ക് ഈ പ്രോഗ്രാമുകളിലൂടെയാണല്ലോ അപ്പൊ എന്തായാലും ഓണത്തിന് ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. ഉത്രാടം തുടങ്ങിയല്ലോ. അപ്പൊ എന്തായാലും ഒരു ഉത്രാടപ്പാട്ട് ഞാൻ ആൾറെഡി പാടി. ഒരു പാട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരു പാട്ട്. ഉത്രാടം പറയുമ്പോൾ ഉത്രാടമായിട്ട് കണക്ട് ചെയ്ത് പ്രധാനപ്പെട്ട 2 പാട്ടുകളാണ്. ഒന്നിപ്പം ചേച്ചി ഓൾറെഡി പാടിയത്. അതുപോലെ തന്നെ രസമുള്ള ഒരു പാട്ടുണ്ട്, ഉത്രാട പൂവിളിയിൽ. അതും ഭയങ്കര രസമുള്ള ആ ഒരു ഉത്സവ പ്രതീതി നമുക്ക് അതിന്റെ ഒരു ഉന്മേഷവും ആ ഒരു പ്രതീതി കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. നമുക്കത് ഇടയ്ക്കൊന്ന് കുറച്ചൊന്ന് പാടി നോക്കാം. നാദങ്ങൾ മനം നിറഞ്ഞു, താളങ്ങൾ ചിലമണിഞ്ഞു. നാദങ്ങൾ മനം നിറഞ്ഞു, താളങ്ങൾ ചിലമണിഞ്ഞു. പുതുപുലരി പ്രണവ പദമോദി നവരജനി കമലദളമാടി. അമര കലയിൽ അമൃതമൊഴിയിൽ ആത്മരാഗ മധുരം മധുരം. ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി. പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും തേൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി. പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. നമ്മള് ഓണം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മള് തുടങ്ങി. ഉത്രാടം ഇനി അടുത്ത തിരുവോണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. എന്താണ് ഓണത്തെ കുറിച്ച് ഓർമ്മയിലെ ഓണം? ഓർമ്മയിലെ ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഓണം തന്നെയാണ്. ഇവിടെ ഓണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാട്ടിലും കൂടുതൽ ഓണം ആഘോഷങ്ങൾ ഇവിടെ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഈ ഓണം തുടങ്ങി അടുത്ത ക്രിസ്മസ് വരെയും ഓണാഘോഷമാണ്. അത് ചില വർഷങ്ങളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10ഉം 14ഉം സദ്യകൾ കഴിച്ച ഓണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടില് ഓണം തിരുവോണം ഓണം കഴിഞ്ഞു. നമുക്കിവിടെ അങ്ങനെയല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഓണത്തിന്റെ ആ ഒരു എസൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ആ ഒരു ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക, നമ്മൾ താലോലിക്കുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലുള്ള ഓർമ്മകളാണ്. ഇവിടുത്തെ ഓണവും നാട്ടിലെ ഓണവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാംസ് സദ്യ അതിൽ കഴിഞ്ഞു ഓണം. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല. ഓണക്കളികൾ, തുമ്പിതുള്ളൽ, അങ്ങനെ ഓണമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അത് ഒരു എന്താ പറയാ നാടൻ
ആ ഒരു ടച്ചുള്ള ഒരുപാട് എന്താ പറയാ ഓണപരിപാടികളും അത്തപ്പൂക്കളം, അതെ അത്തപ്പൂക്കളം ഇടുന്നതാണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും പോയിട്ട് പൂക്കളൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ നമ്മൾ പെരുമാൾ സ്റ്റോറിൽ പോകുന്നു. അത് പ്രോഗ്രാമിന് മാത്രമായിട്ടല്ലേ നമ്മൾ പൂക്കളം ഇടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ അത്തം തുടങ്ങി അടുത്ത തിരുവോണം വരെ 10 ദിവസം നമ്മള് പൂക്കളം ഇട്ട് തുമ്പിത്തുള്ളലോട് കൂടെയല്ലേ. അപ്പൊ അതൊക്കെ ശരിക്കും അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഈ തുമ്പിതുള്ളലിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പഴയൊരു ഓർമ്മ, ഒരു രസകരമായ ഒരു ഓർമ്മയാണ്. ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ തുമ്പി തുള്ളുന്ന ആള് ഉറഞ്ഞു തുള്ളുമല്ലോ, അപ്പോൾ അത് ഫേക്കാണോ അല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ പറഞ്ഞു, അത് ചുമ്മാതാണ്, അത് വെറുതെ ഷോയാണ്, നമുക്കൊന്ന് പരീക്ഷിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ബിരുദൻ ഈ പൂക്കൾക്കിടയിൽ കൊണ്ടുവന്നിട്ട് മറ്റേ ചൊറിയണം, ചെറുതനാന്ന് പറയും, ചൊറിയണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇല കൊണ്ടുവന്നിട്ട് അത് കൊണ്ടിട്ടു. പക്ഷേ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുമ്പി തുള്ളി ആളിതൊന്നും അറിഞ്ഞില്ല. അത് ഭയങ്കര പിന്നീട് അതൊരു വലിയൊരു കുറ്റബോധമായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നമുക്കതൊരു ഭയങ്കര ഒരു വിഷമവും, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അന്നത്തെ അറിവില്ലായ്മ കാരണം ചെയ്തു പോയതാണ്. പിന്നീട് പലപ്പോഴും അത് ഓർക്കുമ്പോൾ രസവും തോന്നാറുണ്ട്. പക്ഷെ അന്ന് ഇന്നും ഉള്ളിൽ ആ ഒരു ചെറിയൊരു ഗിൽറ്റ് ഫീൽ ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇല്ല, എഫക്ട് ചെയ്തില്ല. അവരിത് വാരി ഇടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, അവരുടെ ദേഹത്ത് തട്ടിപ്പോകുന്നുണ്ട്, പക്ഷെ അറിഞ്ഞില്ല. അതുകൊണ്ട് തല്ല് വാങ്ങിക്കാതെ രക്ഷപ്പെട്ടു. അതാണ് ഓണത്തെ കുറിച്ചുള്ള ഓർമ്മ. അത് വലിയ രസകരമായ ഓർമ്മയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് അവിടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസും അങ്ങനെ ഓണപരിപാടികളും ക്ലബ്ബുണ്ട്, ക്ലബിന്റെ പ്രോഗ്രാം, വടംവലി, അങ്ങനെ 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 പിന്നെ ലേലം വിളി, ഇതൊക്കെ വടംവലി, പഴക്കൊല, വടംവലി. തീർച്ചയായിട്ടും അതൊക്കെ. പക്ഷെ ഇവിടെയും ഉണ്ട് വടംവലി, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ല. പിന്നെ നമ്മുടെ പാട്ടിലേക്ക് വന്ന വഴിയും കൂടെ ഒന്ന്. പാട്ടിലേക്ക് വന്ന വഴി എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് തന്നെയാണ്, പാരമ്പര്യമായിട്ട് വന്നതാണ്. അച്ഛൻ്റെ കുടുംബത്തു നിന്നാണ് ശരിക്കും ആ ഒരു വാസന എനിക്കും അനിയനും ഉണ്ട്. അങ്ങനെ വന്നു, അതിലൂടെ അടുത്ത തലമുറയിലേക്കും അത് പോയി, ഇപ്പോൾ പാർത്ഥിവിലെത്തി. അച്ഛൻ്റെ സഹോദരിമാരൊക്കെ അച്ഛൻ പാടി ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും അച്ഛൻ പാടി കേട്ടിട്ടില്ല. അമ്മ പറഞ്ഞുള്ള അറിവുകളുണ്ട്. അച്ഛൻ അതിന് മുമ്പൊക്കെ പാടുമായിരുന്നു. ആൾ ഭയങ്കര കുറച്ചൊരു ഷൈ ആയിരുന്നു, അങ്ങനെ ഒരു പബ്ലിക് വേദികളിലൊന്നും അങ്ങനെ പാടാൻ താല്പര്യപ്പെടുന്ന ആളായിരുന്നില്ല. അച്ഛൻ്റെ സിസ്റ്റേഴ്സ് അവരൊക്കെ പാടും. അവര് സ്കൂളിലും അതുപോലെ പിന്നെ പഠനകാലത്തൊക്കെ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാൻ, കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത്. 2 അപ്പച്ചിമാരുണ്ട്, 2 പേരും അവരുടെ അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ കിട്ടി, അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസിക്കൽ പഠിച്ചു തുടങ്ങിയെങ്കിൽ അതൊരു പൂർണ്ണതയിലെത്തിക്കാൻ അന്നത്തെ സാഹചര്യങ്ങളിൽ പറ്റിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പം ഉള്ളിൽ BA മ്യൂസിക് എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കയറിയായിരുന്നു. പക്ഷെ വീട്ടിൽ പറഞ്ഞ സമയത്ത് അന്നത്തെ കാലത്ത് അതൊരു നമുക്ക് ഒരു ജീവിതമാർഗം ആവുമല്ലോ എന്നുള്ള ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇന്നിപ്പം ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ളത് കാരണം അവസരങ്ങളുണ്ട്. അന്ന് ഇപ്പൊ മ്യൂസിക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ അതൊരു ഭാവിയിലെ ഒരു ജോലി എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വീട്ടിൽ നിന്ന് ആ ഒരു കാര്യത്തിൽ അത്ര സപ്പോർട്ട് കിട്ടില്ല. സൈഡായിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങനെ അവിടെ പോയി. സത്യം പറഞ്ഞാൽ അത് വീട്ടുകാരോടുള്ള വാശിയാവാം, സമയത്ത് നമ്മൾ കുറച്ച് റിബലാവുന്ന ഒരു പ്രായമാണല്ലോ. നമുക്ക് അന്ന് അവര് പറയുമ്പോ ദേഷ്യം തോന്നാം അവരോട്, അല്ലേ? അയ്യോ ഞാൻ പറഞ്ഞിട്ട് എന്നെ പാട്ട് പഠിപ്പിക്കില്ലല്ലോ. പഠിക്കാൻ വിട്ടു ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഗ്രാജുവേഷൻ ആയ സമയത്ത് അതൊരു മെയിൻ സ്ട്രീം ആയിട്ട് എടുക്കണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഹാർമോണിയൊക്കെ വാങ്ങിച്ചു തന്നു, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹാർമോണിയൊക്കെ വാങ്ങിച്ചു തന്നു. പക്ഷേ ഈ പറഞ്ഞ അതിനുശേഷം പിന്നെ എനിക്ക് ആ ഒരു ക്ലാസിക്കൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങനെ പോയി. പിന്നെ അവിടുന്ന് പ്രൊഫഷൻ മാറി, ആ ഒരു വഴിയിലേക്ക് അങ്ങനെ മാറി, ജോലിയായി, അങ്ങനെ അങ്ങനെ പോയി. അപ്പൊ പിന്നെ അതിനോട് ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളിൽ എവിടെയെങ്കിലൊക്കെ പാടും. എന്നാലും പാട്ട് പാടി ആരെങ്കിലും ഇംപ്രസ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പേര്. കേക്കണ്ട, അല്ല അറിയാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഇംപ്രസ് ചെയ്ത പാട്ട് സത്യത്തില് മഞ്ജു ഇഷ്ടപ്പെട്ട പാട്ട് അതായിരുന്നു, നിലാവിന്റെ നീലഭസ്മക്കുറി. മഞ്ജുവാണ് ആദ്യമായിട്ട് മഞ്ജുവിനെയാണ് ഇംപ്രസ് ചെയ്തത്? അല്ലല്ല. അപ്പൊ നിലാവിന്റെ അവിടെ നിക്കട്ടെ, അതിന് മുന്നേ ഇംപ്രസ് ചെയ്തത്? അതിനു മുമ്പ് സ്കൂളിലായിരുന്നു, അതെ, ചന്ദനച്ചോലയിൽ.
അപ്പൊ എന്തായാലും അത് രണ്ടുപേരും അയ്യോ അത് ഇപ്പം അതിൻ്റെ വരികളൊക്കെ മറന്നു. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. ഇത് തന്നെ സ്കൂളിൽ അത് സ്കൂളിൽ. അതിനുശേഷം അങ്ങനെ എന്താ പറയാ, കഴിഞ്ഞ അടുത്ത് കോളേജ് ആയപ്പോ അതിപ്പോ ഓർക്കുന്നില്ല സത്യം പറഞ്ഞ. അങ്ങനെ കോളേജില് രാവണ പ്രഭു അറിയാതെ ഓരോ സ്റ്റേജിലും ഉണ്ട് ഓരോ പാട്ട്. അല്ല അത് ഇപ്പൊ ഒരു വ്യക്തി എന്നുള്ളതല്ല, പലർക്കും അങ്ങനെ നമ്മൾ പാടുന്ന ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗാങ്ങിലുള്ള കുറെ പേരുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ദേവദുന്ദുഭി. അത് എപ്പോ കൂടിയിരുന്നു കഴിഞ്ഞാലും അവരെല്ലാരും കൂടെ കൂടുന്ന അളിയ ദേവദുന്ദുഭി പാടും അങ്ങനെ പാടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പാട്ട് പാടുന്ന കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു സുഹൃത്തുണ്ട്, എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആളിവിടെ UAE തന്നെ ഉണ്ട്, പേര് പ്രസാദ് എന്നാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാട്ട് എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നത്. അത് ആള് അത്യാവശ്യം പാട്ട് എഴുതും. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞ് ഒരു പാട്ടുണ്ട്, ഇത് നീ ഒന്ന് ട്യൂൺ ചെയ്യാമോ എന്ന് ചോദിച്ചു, ചുമ്മാ പാടാമോ എന്ന് ചോദിച്ചു. അപ്പം അന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു 4 പേര് കിട്ടിയപ്പോൾ ഒരു സന്തോഷത്തിന് ഞാനതിങ്ങനെ ട്യൂൺ ചെയ്ത് പാടിയപ്പോൾ ആളിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കി എഴുതി തന്നു. അങ്ങനെ ഒരു ഫുൾ പാട്ട് എഴുതി അത് പാടിയപ്പോൾ ഞാനത് എന്നിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പാടി. അപ്പോൾ നല്ല അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അന്ന് ഈ ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസിൻ്റെ ഒക്കെ ആൽബംസ് ഹിറ്റാവുന്ന സമയമാണ്. അപ്പോൾ എന്നോട് നമുക്കൊരു 10 പാട്ട് എഴുതാം, നമുക്കൊരു ആൽബം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ട് എഴുതി. ഞങ്ങളിരുന്ന് പാട്ടൊക്കെ കമ്പോസ് ചെയ്തു. ഇതിന് ശേഷം ഇത് അന്ന് നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യണമെന്നും അന്ന് ആരും നമുക്കല്ലേ സ്പോൺസേഴ്സായിട്ടും അങ്ങനെ ആരും ഉള്ള സമയമല്ലല്ലോ. അപ്പോൾ അങ്ങനെ എവിടുന്നോ ഒരു ഗൾഫുകാരൻ ചേട്ടനെ തപ്പിയെടുത്ത് പുള്ളി പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആള് പറഞ്ഞു കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ട്, അപ്പോൾ ബുദ്ധിമുട്ടാണ്, പ്രൊഡ്യൂസർ മുങ്ങി. അങ്ങനെ അതവിടെ ഡ്രോപ്പായി. അപ്പോൾ ആ സമയത്താണ് അമൃത TV-യിൽ സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് അമൃതയിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ അമൃതയുടെ തന്നെ ഒരു പ്ലേസ്മെൻറ്റ് സെല്ലിൽ ഞാൻ അതിലൂടെ എനിക്ക് കിട്ടിയ ഒരു ജോലി അവരുടെ തന്നെ ഒരു പ്രോജക്റ്റിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അറിഞ്ഞ ഇങ്ങനെ ചാനൽ ഇങ്ങനെ ഷോ തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ റിയാലിറ്റി ഷോയിൽ അപ്പോൾ അവിടെയുള്ള സ്വാമിജിയുണ്ട്, ആശ്രമത്തിലെ സ്വാമിജിയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രശാന്ത് ഒന്ന് ട്രൈ ചെയ്യും, ഭജനയൊക്കെ പാടുന്നല്ലേ, നല്ല വോയിസ് ആണ്, പോയി ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പം ആശ്രമത്തിൽ നിന്നുള്ള ഒരാളാണ് പറയുന്നത്, ഇത് കൂടുതൽ വലിയ റെക്കമെൻഡേഷൻ നമുക്ക് വേണ്ടല്ലോ, കിട്ടിയത് തന്നെ. അങ്ങനെ തീരുമാനിച്ച പോയി. അപ്പം അന്ന് പോകുന്ന സമയത്ത് ഇതിൻ്റെ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് ബാലഭാസ്കർ, അതുപോലെ ദീപക് ദേവ്, മരിച്ചുപോയ നമ്മുടെ വയലിനിസ്റ്റ് ബാലഭാസ്കർ, ദീപക് ദേവ്, അതുപോലെ അൽഫോൻസ്, അവർ 3 പേരാണ്. ബാലഭാസ്കറാണ് ശരിക്കും ഈ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഓഡിയോസ് എല്ലാം അതിൽ പിന്നെ എനിക്ക് തോന്നുന്നു കമ്പോസിഷനൊന്നും ചെയ്തിരുന്നത് പുള്ളിയായിരുന്നു തോന്നുന്നു. അപ്പോൾ അന്ന് ഈ പ്രസാദ് എന്നോട് പറഞ്ഞു, നമുക്ക് അവിടെ പോകുമ്പോൾ പുള്ളിയെ ഒന്ന് മീറ്റ് ചെയ്യാം, എന്നിട്ട് ഇത് പുള്ളിയെ കേൾപ്പിക്കാം, പുള്ളിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്യട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യിച്ചല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി റിയാലിറ്റി ഷോയുടെ കോമ്പറ്റീഷന് പോയതാണ്. പക്ഷേ അക്കൂട്ടത്തിൽ ഇദ്ദേഹത്തെ കാണാമെന്നൊക്കെ നമ്മൾ നേരത്തെ നമ്പർ എടുത്ത് വിളിച്ച് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതും നടന്നില്ല. അതിനുശേഷം പുള്ളി പറഞ്ഞു ട്രിവാൻഡ്രത്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഡേറ്റ് എടുത്ത സമയത്ത് ആളിന് എന്തോ തിരക്കായിട്ട് അത് നടന്നില്ല, കാണാൻ പറ്റിയില്ല. ഇന്നും ആ ഒരു 10-12 പാട്ട് അതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിലൂടെ ആർക്കെങ്കിലും ഒരു ആൽബം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 10 പാട്ടുമായിട്ട് നമ്മുടെ പ്രശാന്ത് ഇരിക്കുകയാണ്. ഞാനല്ല, ശരിക്കും പ്രസാദനും പ്രശാന്തും രണ്ടുപേരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ അമ്മ ചാനലിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ റിയാലിറ്റി ഷോയ്ക്ക് പോയെന്ന് പറഞ്ഞല്ലോ, അതിൽ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? അതിൽ പാടിയത് കുടജാദ്രിയിൽ കുടികൊള്ളും. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെ മ്യൂസിക് റിയാലിറ്റി ഷോ, അതായത് ആ ഒരു രീതി. അതിന് മുമ്പ് ഗന്ധർവ സംഗീതമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് അമൃത TV-യിലെ ആ ഒരു പ്രോഗ്രാമാണ്. അതിനുശേഷമാണ് പിന്നെ സൂപ്പർ സ്റ്റാറല്ല സ്റ്റാർ സിംഗർ ഒക്കെ വരുന്നത്. അമൃത സൂപ്പർ സ്റ്റാർ ആയിരുന്നു.
അപ്പോൾ അതിൽ പോകുമ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ജോലി നോക്കുന്ന സമയമാണ്, പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ നോക്കുന്ന സമയമാണ്. അപ്പോൾ വല്ലൊരു കാലത്താണ് നമ്മൾ എറണാകുളത്തിന് പോകുന്നത്. എന്തായാലും എറണാകുളം വരെ പോവാണ്. കൂട്ടത്തിൽ 4 വാക്ക് ഇൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് പോയിരുന്നത്. അപ്പോൾ തലേ ദിവസം നമ്മൾ കോട്ടയത്ത് പോയി സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് പ്രസാദ് ഞാനും കൂടി രാവിലെ എറണാകുളത്തെത്തി. അവിടെ നിന്ന് താജ് ഹോട്ടലിലാണ് ഓഡിഷൻ. ഞങ്ങളൊരു 7 മണിയായപ്പോൾ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ അവിടെ ഒന്നും ആരുമില്ല. അപ്പോൾ ചെന്ന അവർ നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് അല്ലേ എന്ന് പറഞ്ഞ് പിടിച്ച് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ചെസ് നമ്പർ 1 ആയിരുന്നു. അപ്പോൾ ഞാൻ പോയിരിക്കുന്നത് ടക്കിൻ ചെയ്ത്, കാരണം ഇവിടുന്ന് നേരെ ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് ടക്കിൻ ചെയ്ത് അങ്ങനെയാണ് അവിടെ പോയി നിൽക്കുന്നത്. അതുവരെ നമ്മൾ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുക. അതിനുശേഷം ഒരു 8-8:30 ആയപ്പോഴത്തേക്കും കുറേ കണ്ടസ്റ്റൻസ് വരാൻ തുടങ്ങി. ഈ വരുന്നവരൊക്കെ അവരുടെ മാഷന്മാരും അമ്മമാരും അച്ഛനൊക്കെ ആയിട്ട് ഫുള്ള് ടീമായിട്ട് വന്നിരുന്നിട്ട് അവിടെ ഫുള്ള് സാധകം പ്രാക്ടീസ് ഇതൊക്കെ കണ്ടോടെ നമ്മുടെ ഫുള്ള് കോൺഫിഡൻസ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസാദ് പോയാലോ? ഇല്ലില്ല, എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, എടാ എൻ്റെ കോൺഫിഡൻസ് പോയി, ചുമ്മാ ആരും പാടുന്നു. അപ്പം അങ്ങനെ കയറിയതാണ്. അപ്പം കയറി ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുന്നത് അമൃത TV ആണല്ലോ. അപ്പോൾ എന്നാൽ കുറച്ച് ഡിവോഷണൽ അയക്കാം എന്ന് കരുതിയിട്ട് ഫസ്റ്റ് പാട്ട് ഞാൻ കുടജാദ്രിയിൽ കുടികൊള്ളും പാടി. പക്ഷെ അത് നന്നായിട്ട് പാടി, നല്ല അപ്രീസിയേഷനും കിട്ടി. അതിനുശേഷം എന്നോട് പറഞ്ഞൊരു ഫാസ്റ്റ് നമ്പർ പാടാൻ പറഞ്ഞു. അപ്പം അന്നും എനിക്ക് മെലഡീസാണ് കൂടുതൽ ഇഷ്ടം, ഇന്നും മെലഡീസാണ് കൂടുതൽ ഇഷ്ടം. ഇന്ന് എവിടെയെങ്കിലും പാടാൻ പറഞ്ഞാൽ ഞാൻ കൂടുതൽ മെലഡി തന്നെയാണ് പാടുന്നത്. അപ്പോൾ ഫാസ്റ്റ് നമ്പർ പാടാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നമ്മളിങ്ങനെ ഒരു പ്രിപ്പറേഷനിലേ അല്ല വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഇല്ല. ഇപ്പം അതൊക്കെ അറിയാമല്ലോ. ഇപ്പം നമുക്കറിയാം ഒരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് എന്നുള്ളത് നമുക്കറിയാം. അതിനപ്പുറം ഒന്നും അവർ ചെയ്യാനില്ല, അത്രേ പറയുന്നുള്ളൂ. അത് നമ്മുടെ ഈ എന്താ പറയുക, മൾട്ടിമീഡിയ ഫോണൊന്നും വന്നിട്ടില്ല. മറ്റേ സാധാരണ മൊബൈലാണ്. അതിനകത്തൊരു SMS മാത്രമേ വരത്തുള്ളൂ. ലൊക്കേഷൻ പറഞ്ഞിട്ട് ഒരു SMS മാത്രമേ വരത്തുള്ളൂ. അയക്കുന്നതും അങ്ങനെയാണ്, യെസ് നോ അത്രേ ഉള്ളൂ നമ്മുടെ രജിസ്ട്രേഷന്. അപ്പോൾ വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ ഫാസ്റ്റ് പാടാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ സമയമായിരുന്നു. നമ്മൾ സിദ്ധാർത്ഥും പിന്നെ ജിഷ്ണു. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഫാസ്റ്റ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പാട്ട് അതാണ്. അപ്പോൾ ഞാൻ ആ പാട്ട് 4 വരി പാടി. അപ്പോൾ പാടിയപ്പം നമ്മളിങ്ങനെ വടി പോലെ ഇങ്ങനെ നിന്നിട്ടാണല്ലോ പാടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് മ്യൂസിക് റിയാലിറ്റി ഷോ ആണെങ്കിൽ പോലും ഇതിൻ്റെ പേര് പ്രശാന്ത് ശ്രദ്ധിച്ചു, ഇത് സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പെർഫോമർ ആയിരിക്കണം, പക്ക പെർഫോമർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ആവാം. എവിടെ ഞാനില്ല, വടി പോലെ നിൽക്കുകയാണ്, എൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ വിറക്കുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഡാൻസ് കളിയൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അല്ല, ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് അവർ സമയം തന്നു, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ജസ്റ്റ് അതേ പാട്ട് തന്നെ 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആകെപ്പാടെ നമ്മുടെ പാട്ടായിരുന്നു, സൂര്യനെ പൊന്തൂവലാൽ കൈക്കുമ്പിളിൽ നിറയ്ക്കാം, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് അതിൻ്റെ ടൈറ്റിൽ സോങ് ആണ് ഈ നമ്മൾ എന്ന് പറയുന്ന മൂവിയുടെ. പക്ഷേ എനിക്കത് പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ടോട്ടൽ പെർഫോമറിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ പാട്ടൊക്കെ നന്നായിട്ടുണ്ട്, ശബ്ദവും നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സാധനം കൂടെ വേണം. അപ്പോൾ പ്രശാന്ത് ഒന്ന് പോയിട്ട് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് അടുത്ത തവണ നമുക്കൊന്നൊരു ട്രൈ ചെയ്യാം. അങ്ങനെ റിയാലിറ്റി ഷോയിൽ അങ്ങനെ അതാണ് ആകെക്കൂടെ ഉള്ളൊരു റിയാലിറ്റി ഷോയുടെ. പിന്നെ പങ്കെടുത്തോ റിയാലിറ്റി? പിന്നീട് അതുപോലെ ഗന്ധർവ സംഗീതം 2 വന്ന സമയത്ത് ഇതേ പ്രസാദ് തന്നെ എന്നെ സ്ക്രൂ കയറ്റി വീണ്ടും പോയി ട്രിവാൻഡ്രത്ത് പോയി, മസ്കറ്റ് ഹോട്ടലിലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ജനസാഗരം. ഞങ്ങൾ ലേറ്റ് ആയിട്ട് എത്തുന്നതും അവിടെ ഓൾറെഡി രജിസ്ട്രേഷൻ 100-ന് മുകളിൽ കഴിഞ്ഞു. പിന്നെ വെറുതെ സമയം കളയേണ്ട, പോയി കാണാൻ. പക്ഷേ അന്നൊക്കെ അങ്ങനെ തിരിച്ചു പോയെങ്കിലും ഇന്നിപ്പോൾ റിയാലിറ്റി ഷോയിൽ സ്റ്റാറായിട്ട് മോൻ നിൽക്കുന്നുണ്ട്, പാർത്ഥിവ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് അച്ഛന് ചെയ്യാൻ പറ്റാത്തത് മോനിലൂടെ കാണുമ്പോൾ ഉള്ള ഒരു തീർച്ചയായിട്ടും സന്തോഷം, അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ചേച്ചി. ഒരിക്കലും സ്വപ്നത്തിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതേ വേദിയിൽ പിന്നീട് എനിക്ക് പോയിട്ട് അവൻ്റെ കൂടെ നിന്ന് അതേ ഫ്ലോറിൽ പാടാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അതെന്താ ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണുന്നുള്ളൂ. ദൈവത്തോട് നന്ദി പറയാന്നുള്ളതല്ലാതെ. കാരണം അത്രയും ചിലപ്പോ ആഗ്രഹിച്ചത് കൊണ്ടാവാം പ്രശാന്ത്. തീർച്ചയായിട്ടും അത് മോനോടൊപ്പം തന്നെ വീണ്ടും അതേ വേദിയിൽ പാടാൻ പറ്റിയ അതേ ആ ടൈറ്റിലും അത് തന്നെയാണ്, സൂപ്പർ സ്റ്റാർ തന്നെയാണ്.
അപ്പോൾ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ അന്ന് മോനോടൊപ്പം പാടിയ പാട്ട് ഏതായിരുന്നു? അവന്റെ കൂടെ അല്ല പാടിയത്, അവൻ ഞാൻ അല്ലാതെ പാടുമായിരുന്നു. മഞ്ഞിൻ ചെറുവുള്ള വെള്ളരിപ്രാവേ, വേണുചേട്ടൻ്റെ പാട്ടാണ്. അതെ, അതാണ് അന്ന് പാടിയത്. അതൊരു നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ നിഴൽ പോലെ വന്നു നീഴകി. നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ നിഴൽ പോലെ വന്നു ഞാനേഴകി. പവിഴങ്ങൾ ചോരുന്ന ചുണ്ടിലെന്നും പൊഴിയുന്നതെന്നുമെന്നാമമല്ലേ, അറിയാതെ കാൽവിരൽ കുറിമാനമെഴുതുന്നു. ദേവി 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 ദേവി, മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ, ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ, മൗനം മയങ്ങുന്ന മോഹങ്ങളാണ്, തൂവൽ തുമ്പിലെ സിന്ദൂരമാണു. ലാ 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 la 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 la. ചേട്ടൻ്റെ നല്ലൊരു ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ വീട്ടില് ഇപ്പം ഇവിടെ വൈഫും മോനും മഞ്ജു മോനുമാണ്. നാട്ടിൽ പിന്നെ ബ്രദറുണ്ട്, അനിയനാണ്, ഇവിടെ തന്നെ ഷാർജയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൽ അച്ഛനും അമ്മയായിരുന്നു. അച്ഛൻ ഒരു വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. ഇപ്പോൾ അമ്മ വീട്ടിലുണ്ട്. അതാണ് ഞങ്ങളൊരു കൊച്ചു ഫാമിലി. ബാക്കി എല്ലാവരും മറ്റു ബന്ധുക്കളൊക്കെ അങ്ങനെ. ഇപ്പോൾ മോൻ്റെ ഇതിന് വേണ്ടിയിട്ട് അവർ നാട്ടിലാണ്. അതെ, മഞ്ജുവും മോനും നാട്ടിലാണ്. പറയുമ്പം ഒരു ഞാൻ ശരിയാണ്, വേദിയിൽ പോയി നിന്ന് പാടി മറ്റ് അവന് കിട്ടുന്ന ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു കഴിവ് പകർന്നു കിട്ടിയതൊക്കെ എന്നിൽ നിന്നാണെന്ന് പറയുമ്പോൾ പോലും അവനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ എന്നെക്കാട്ടിൽ 1-2 പടി മേളിലാണ് മഞ്ജു നിൽക്കുന്നത്. അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഒരു എഫേർട്ട്. അതെ, തീർച്ചയായിട്ടും കരിയർ ആണെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ട് ഫുൾ എഫേർട്ട് ഇടുന്നുണ്ട്. അതിപ്പോൾ ആദ്യത്തെ ഷോയിൽ പോകുന്ന സമയത്ത് ഏഷ്യാനെറ്റിലായിരുന്നു, സ്റ്റാർ സിംഗറിലാണ് ആദ്യം പങ്കെടുക്കുന്നത്. അന്ന് പാർത്ഥിവൻ എനിക്ക് തോന്നുന്നു 5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് ഒന്നിച്ച് പോയി. ആദ്യമൊക്കെ ഞാൻ കുറച്ച് സമയം പോയി കൂടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. അമൃത എത്തിയപ്പോഴേക്കും കുറച്ചുകൂടെ മഞ്ജു അതിൽ മെച്യൂർഡായി, കുറേയൊക്കെ കാര്യങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ പോകുന്നുള്ളതല്ലാതെ അങ്ങനെ പോയി. ഇപ്പോൾ ഫ്ലവേഴ്സിലെത്തിയപ്പോഴത്തേക്കും ആള് ഒരു എന്താ പറയുക, ഒരു റിയാലിറ്റി ഷോ കൺസൾട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് നന്നായിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ എഫേർട്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പക്വത ഉണ്ടാവും. ഇപ്പോൾ അവൻ്റെ പ്രായം, പാർത്ഥിവിൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ 5.5 മുതൽ ഇപ്പം ഏകദേശം ഒരു 9 വയസ്സായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്രായത്തിനകത്താണ് നമ്മൾ 3 റിയാലിറ്റി ഷോ ചെയ്തത്. ഈ 3 റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് ഫുൾ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, അവൻ്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അവര് ഓരോ കാര്യത്തിനും അവരെ കൂടെ നിൽക്കണം. പിന്നെ അവരെ വെറുപ്പിക്കാൻ പാടില്ല. ഇതിപ്പം ആ ഒരു പ്രായത്തിൽ അവർക്ക് പല ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു ഫോക്കസ് മാറും, ഗെയിംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതും ബാലൻസ് ചെയ്യണം. എന്നാൽ ഇത് കൂടെ കൊണ്ടുപോകാൻ വേണം. അതിൻ്റെ കൂടെ അക്കാഡമിക്സും കൊണ്ടുപോകണം. ഇപ്പോൾ ഈ ഇത്രയും കാലയളവിൽ അവൻ്റെ സ്കൂളിംഗ് ഒന്നും നമ്മൾ മുടങ്ങിയിട്ടില്ല, ഒരു വർഷം പോലും മിസ്സായിട്ടില്ല. ഓൺലൈനിൽ പോകേണ്ടതാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ ഇത് ഫ്ലവേഴ്സിലെത്തിയ സമയത്ത് ഹോം സ്കൂളിംഗ് ആക്കി. ഇപ്പം നാട്ടിൽ ഹോം സ്കൂളിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് അവർക്ക് അതും ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. പക്ഷെ അതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 1-to-1 അറ്റൻഷൻ കിട്ടും. ഒരു ബാച്ചിൽ 4 കുട്ടികളെ ഉണ്ടാവുള്ളൂ. ടൈം ഫ്ലെക്സിബിൾ ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണമുള്ളത് കൊണ്ട് നമ്മൾ അത് ഓപ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവൻ എത്ര സ്റ്റേജ് ഫ്ലവേഴ്സിൽ ഇപ്പോൾ ഏകദേശം
എനിക്ക് തോന്നുന്നു ഒരു 32-33 സോങ്സ് പാടി കഴിഞ്ഞു. പാടി അത് നല്ല നമ്മൾ 5-10 പാട്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് അമൃതയിൽ നിന്ന് പോകുമ്പം അതായിരുന്നു നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. അമൃതയിൽ എനിക്ക് തോന്നുന്നു 18 പാട്ടാണ് തോന്നുന്നു, 18 സോങ്സ് വരെ പാടിയിരുന്നു. അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട്സ് അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ ടുവേർഡ്സ് എൻഡ് മാത്രമാണ് അവർ ക്വാർട്ടർ ഫൈനൽ, ഫൈനൽ അങ്ങനെ പോകുന്നത്. സെമി ഫൈനൽ 37 പാട്ട് 33 പാട്ട് സോങ്സ് പാടാൻ വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിന് മേളിൽ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ കൂടുതലും അതിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവനെ കാണുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടെങ്കിലും 9 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ചിലരത് അവന് 15 അല്ലെ 14 വയസ്സെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ മുതിർന്ന കുട്ടികളോടാണ് കമ്പീറ്റ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇപ്പോൾ ഒരു നല്ലൊരു എക്സ്പോഷർ അബ്സല്യൂട്ട്ലി അതാണ് നമ്മൾ ടോപ്പ് സിംഗർ എന്നുള്ള ഒരു ഇത് തന്നെ ഐഡന്റിറ്റി ഉണ്ട്. അതും ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. പാടി എല്ലാവർക്കും പരിചയമാണ്. അപ്പൊ ഇപ്പൊ പോകുമ്പോ ഇത് നമ്മുടെ ഫ്ലവേഴ്സിൽ പാടുന്ന കുട്ടിയുടെ അച്ഛനല്ലേ? പ്രശാന്തിനെ അറിയാവുന്നവരും ചോദിക്കും. അതെ ഇത് പാർത്ഥിവിന്റെ. അപ്പൊ അത് രസകരമായ ചില ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പം ചിലപ്പോ സ്റ്റേജിൽ അവർ നമ്മളെ പറ്റി പറയുന്ന സമയത്ത് പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് പറയും, ഓ ഇനിയിപ്പോ അങ്ങനല്ല പറയുന്നത് കേട്ടോ, പാർത്ഥിവിന്റെ അച്ഛനെ പറയുള്ളൂ. പക്ഷെ അതൊക്കെ തീർച്ചയായിട്ടും ഭയങ്കര ഒരു വലിയ അഭിമാനമാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ് അവൻ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവൻ വളരെ നല്ല ഉയരത്തിലേക്ക് എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ മലയാളം അല്ലാതെ വേറെ ലാംഗ്വേജസ് ഒക്കെ പാടാറുണ്ടോ? ഞാൻ കൂടുതലും മലയാളമാണ് പാടുന്നത്. ഈ മറ്റ് ഭാഷകൾ പാടും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഈ ഡിക്ഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കുറയും. അത് പ്രത്യേകിച്ച് മലയാളികൾ പാടുമ്പം, ഞാൻ ഹിന്ദി പാട്ടൊക്കെ പാടുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മൾ തന്നെ പാടിയിട്ടൊന്ന് ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കിയാൽ തന്നെ അറിയാം അതങ്ങനല്ല. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന, അതിൻ്റെ തനതായ രീതിയിൽ ആ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസിന് മുമ്പിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ പാടുമ്പോൾ അതൊരു ഭംഗിയാണ്. അപ്പോൾ അതിലൊന്നിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ പാട്ടുകൾ പാടും. ഈവൻ തമിഴിലാണെങ്കിൽ പോലും ചില സോങ്സ് നമ്മൾ പാടുമ്പം ആ ഒരു മലയാളം ടച്ച് വരും. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ ഒരു തമിഴ് പാട്ട് നമുക്ക് അങ്ങനെ. ஊமை என்றால் ஒரு வகை அமைதி, ஏழை என்றால் அதில் ஒரு அமைதி, நீயோ கிளிப்பேடு பாடும் ஆனந்த குயில் பாடு, ஏனோ தெய்வம் சதி செய்தது, பேதை போல விதி செய்தது, கண்ணே கலைமானே கன்னிமயில கண்டேனொன்னை நானே, அந்திப்பகலொன்னை நான் பார்க்கிறேன், ஆண்டவனை இதைத்தான் கேட்கிறேன், ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ, கண்ணே கலைமானே கன்னிமயில കണ്ടേനുനെ നാനേ. തമിഴുമായി. എന്തായാലും ഒത്തിരി സന്തോഷം പ്രശാന്ത്. താങ്ക് യു ചേച്ചി. എന്തായാലും എന്നെ ഇവിടെ ഈ ഒരു വേദിയിൽ വിളിച്ചതിനും ഈ ഒരു അവസരം തന്നതിനും അമ്മ ടി വിക്കും അതുപോലെ ചേച്ചിക്കും എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അമ്മ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും. അപ്പോൾ നമുക്ക് ഡെൽമ ആയുർവേദിക് സെൻ്ററിൻ്റെ ഒരു ഗിഫ്റ്റ് വോച്ചറാണുള്ളത്. ഗിഫ്റ്റ് വോച്ചർ, ഒരു ഗിഫ്റ്റ് 100 ദിറംസിൻ്റെ. അവിടെ പോയിട്ട് 100 ദിറംസിന് എന്ത് വേണോ ചെയ്യാം. ഓക്കെ. അപ്പോൾ പോവുക ഡെൽമ ആയുർവേദിക്. താങ്ക് യു.